ADGP RSS കൂടിക്കാഴ്ചയിൽ സ്പീക്കർ AN ഷംസീറിന്റെ പ്രതികരണം തള്ളി പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ്. RSS നിരോധനം നേരിട്ട സംഘടനയാണെന്ന് മന്ത്രി പറഞ്ഞു. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടന എന്നാണ് നേരത്തെ സ്പീക്കർ പറഞ്ഞത്. RSSനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ്. 1948 ഫെബ്രുവരി 2-ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ പട്ടേൽ പുറപ്പെടുവിച്ച കമ്മ്യൂണിക്കെ വായിച്ചു നോക്കിയാൽ അറിയാം. അശ്വിൻ പാലാഴി ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഈ RSS നേതാവുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച, ആ വിവാദത്തിന് പിന്നാലെ LDF-ൽ ആകെ അഭിപ്രായ ഭിന്നതകളാണ്. പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. സ്പീക്കർ നേരത്തെ പറഞ്ഞത് RSS ഒരു പ്രധാനപ്പെട്ട സംഘടന എന്നാണ്. സ്പീക്കർ സ്ഥാനത്തുള്ള ആളാണെങ്കിൽ കൂടി CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് AN ഷംസീർ. ഇപ്പോൾ മന്ത്രി MP രാജേഷ് സ്പീക്കറെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നു. RSS-നെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതായിരുന്നു ആ പ്രതികരണം. വിവരങ്ങൾ പ്രജിൻ, LDF-ലെ ഭിന്നതയും ഒപ്പം CPM-ലെ കടുത്ത ഭിന്നതയും ADGP റാം മാധവ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് MP രാജേഷാണ് AN ഷംസീർ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. RSS റാം മാധവ് കൂടിക്കാഴ്ചയിൽ തെറ്റില്ല, RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നാണ് ഷംസീർ പറഞ്ഞു. എന്നാൽ RSS ഒരു നിരോധിക്കപ്പെട്ട സംഘടനയാണ്, RSS എന്താണെന്ന് തങ്ങൾക്ക് അറിയാം, അതായത് CPM-ന് അറിയാം എന്നുള്ള രീതിയിലുള്ള പ്രതികരണവുമായാണ് ഷംസീറിന് പിന്നാലെ MP രാജേഷ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന അപ്പാടെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് നിരോധനം നേരിട്ട സംഘടന ആണ് എന്നുള്ള ആ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഷംസീറിനുള്ള ഒരു ഒളിഞ്ഞ മറുപടി കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ RSS റാം മാധവുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെ വലിയ തോതിലുള്ള വിമർശനം MP രാജേഷ് നടത്തിയതാണ്. അതിനു പിന്നാലെ ഷംസീറിനെ കൂടി തിരുത്തിക്കൊണ്ടുള്ള ഒരു മറുപടി കൂടി എത്തുമ്പോൾ പൂർണ്ണമായും ഒരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടെത്താൻ CPM-ന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. TP രാമകൃഷ്ണൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ADGP തന്നെ വ്യക്തമാക്കണമെന്ന് പറയുമ്പോഴും പല അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഒടുവിൽ AN ഷംസീറിനെ തള്ളിക്കൊണ്ടാണ് മുൻ സ്പീക്കർ കൂടിയായിരുന്ന MP രാജേഷ് രംഗത്തെത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.